Hello my dear students, welcome to our new video. നമ്മൾ +1 4 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളുടെ അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ പേര് ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ ഒരു 5th ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ 4 ചാപ്റ്ററിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം. നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ എന്താണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളതും, ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ C++ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടു. C++ എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഉപയോഗിക്കാവുന്ന ക്യാരക്ടർ സെറ്റ്, എന്താണ് ടോക്കൺ, അതോടൊപ്പം തന്നെ ആ ടോക്കൺസ് 5 തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അത് ഓരോന്നും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണമായിട്ട് കീവേഡ്സ് നമ്മൾ പറഞ്ഞു, പ്രീ ഡിഫൈൻഡ് വേർഡ്സ്, മുൻകൂട്ടി നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില വാക്കുകൾ, അല്ലെ? അത്തരം വാക്കുകൾ എന്ന് പറയുന്നത് കീവേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഐഡന്റിഫയേഴ്സ്, പ്രീ ഡിഫൈൻഡ് വേർഡ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ഓപ്പറേറ്റേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള ടോക്കൺസുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നത്, ഡാറ്റ ടൈപ്സ്. നമുക്കറിയാം, ഒരു ഡാറ്റ എന്താന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഡാറ്റ, റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊരു വസ്തുവിനെയും നമ്മൾ ഡാറ്റ എന്നുള്ള ഗണത്തിൽ ഉൾപ്പെടുത്താം. നമ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പേരായിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഡാറ്റയായിട്ട് കണക്കാക്കാം. നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരാളുടെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ, അയാൾക്ക് പേരുണ്ടാവും, ഏജ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോ സബ്ജക്ട്സിലും കിട്ടിയ മാർക്സ്, ഇതെല്ലാം ഡാറ്റയാണ്. കമ്പ്യൂട്ടർ ഈ ഡാറ്റയെ എന്ത് ചെയ്യുന്നു? ചില ഓപ്പറേഷൻസുകൾക്ക് വിധേയമാക്കുന്നു. എന്ന് പറയുമ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് ചില ഓപ്പറേഷൻസുകൾ നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് ഇൻഫർമേഷൻസ് ജനറേറ്റ് ചെയ്യുന്നു. ഇതിന് നമ്മളൊരു പേര് പറയുന്നു, ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കുന്നു, ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാറ്റ പ്രോസസ്സിംഗ്. അപ്പൊ നമ്മൾ ഇനി C++ല് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഡാറ്റ ടൈപ്സ്. വാട്ട് ഈസ് ദി നാച്ചർ ഓഫ് ഡാറ്റ? എന്താണോ ഡാറ്റയുടെ സ്വഭാവം, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ പല തരത്തിലായിട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏതെല്ലാം ഡാറ്റ ടൈപ്സുകൾ C++ൽ അവൈലബിൾ ആണ് എന്നുള്ളതും, പിന്നെ വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു വാക്ക്, അത് നമ്മൾ അൽഗോരിതം പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്താണ് വേരിയബിൾസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഗോരിതം എഴുതിയപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തയ്യാറാക്കിയിരുന്ന ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ ചിത്രരൂപമാണല്ലോ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോ അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വിവിധ തരത്തിലുള്ള വേരിയബിൾസ്, അല്ലെങ്കിൽ നമ്മൾ 3 സംഖ്യകളുടെ തുകയും ആവറേജും, സം ആൻഡ് ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അൽഗോരിതം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 3 സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമ്മൾ 3 സംഖ്യകൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ലെറ്റ് A B C എന്ന് പറഞ്ഞാൽ എടുത്തിരുന്നത്. അവിടെ A B C എന്ന് പറയുന്നത് വേരിയബിൾസ് ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതാണ്, ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്സുകൾ, സംഖ്യകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻപുട്സുകൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുകയാണെങ്കിൽ അതിനെ താൽക്കാലികമായിട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്തു വെക്കണം, അല്ലെ? അതിനു വേണ്ടിയിട്ടാണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് എ മെമ്മറി ലൊക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ എന്ന് പറഞ്ഞായിരുന്നു വേരിയബിൾസ് എന്താണുള്ളത്. അപ്പൊ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വേരിയബിൾസ് എന്താണെന്നുള്ളതും. അതേപോലെ വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സ്, നമ്മൾ ടോക്കൺസ് പഠിച്ചപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ് ഓപ്പറേറ്റേഴ്സ് എന്താണുള്ളത്. നമ്മൾ പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻ സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്താ എന്നുള്ളത് പറഞ്ഞിരുന്നു. വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സുകൾ ഏതെല്ലാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് C++ൽ ഉപയോഗിക്കാവുന്ന വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്,
ഇതെല്ലാം എന്താണെന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് C++ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ, ജസ്റ്റ് ബേസിക് ഇൻഫർമേഷൻസ് എടുക്കുകയാണെങ്കിൽ തന്നെ വിവിധ തരത്തിലുള്ള ഡാറ്റകളാണ് അതിൽ വരുന്നത്. അപ്പോ ഉദാഹരണമായിട്ട് പേര് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, ഏജ് എന്ന് പറയുമ്പോൾ നമ്പർ ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഫോർമാറ്റിലുള്ള പലതരത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് DOB നമ്മൾ പലതരത്തിൽ പറയും അല്ലെ. ഒരു ഉദാഹരണത്തിന് 1/1/2018 അങ്ങനെ പറയാം, 1 ജനുവരി 2018 എന്ന് പറയാം അല്ലെ, 1/1/18 എന്ന് പറയാം. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് വേറൊരു ടൈപ്പ് ഡാറ്റയായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അതോടൊപ്പം തന്നെ മാർക്ക് എന്ന് പറയുമ്പോൾ അല്ലെ നമ്പറുകളാണ് വരിക. പിന്നെ ഒരു അളവ് അല്ലെങ്കിൽ ഒരു ദൂരം ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ പോയിന്റ് വെച്ചിട്ടുള്ള വാല്യൂസ് ആയിരിക്കും വരാം. അപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തിരൂർക്കാട്ടേക്ക് അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്യുറേറ്റ് കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പോയിന്റ് വാല്യൂസ് അതിൽ വരാം. അപ്പോൾ പല തരത്തിലെല്ലാം ഡാറ്റയാണെങ്കിൽ പോലും അതിന്റെ സ്വഭാവം അനുസരിച്ച് പല തരത്തിലായിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോ ഒരു പിക്ചർ കാണുന്നുണ്ട്. C++ൽ ഉപയോഗിക്കുന്ന ബേസിക് ഡാറ്റ ടൈപ്പുകൾ അല്ലെങ്കിൽ C++ലെ ഡാറ്റ ടൈപ്പുകൾ ഏതെല്ലാം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം. മെയിൻലി ദേ ആർ ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്: യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണമാണുള്ളത്. അതിനെ തന്നെ 2 പാർട്ടായി പറയുന്നുണ്ട്: ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സും ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സും. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പ് 2 തരത്തിലുണ്ട്: ഇന്റ്, ചാർ, CHAR. അതേപോലെ വോയിഡ് അതിന്റെ നടുവിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്സ് വരുന്നതാണ് ഫ്ലോട്ട്, ഡബിൾ. ഈ ഒരു പിക്ചർ അല്ലെങ്കിൽ ഈ ഒരു ഏതൊക്കെയാണ് ഡാറ്റ ടൈപ്സ് എന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ്. C++ പ്രോഗ്രാമിംഗിലേക്കോ പോകുമ്പോൾ അല്ലെങ്കിൽ C++മായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന നമുക്ക് യൂസേജ് വരുന്ന വേർഡ്സുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മള് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്താണെന്നുള്ളത് പറയാം. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആ പിക്ചറിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാന്നുള്ളത്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് ആർ ഡിഫൈൻഡ് ഇൻ C++ കമ്പൈലർ. C++ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റ ടൈപ്സ് തന്നെയാണ് ഇത് പറഞ്ഞ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്. അതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും, ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് എന്നുകൂടി പറയാറുണ്ട്. ഇതിന് ഉദാഹരണം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. CHAR, ഇന്റ് അല്ലെ, പിന്നെ ഫ്ലോട്ട്, ഡബിള്, വോയിഡ്, ഇതൊക്കെയാണ് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് എന്നുള്ളത്. അതൊക്കെ ഓരോന്നും എന്താന്നുള്ളത് നമ്മൾ ഇനി പറയാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഇപ്പോ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഫ്ലോട്ട്, ഡബിള്, അതൊക്കെ പ്രിസിഷനെയും റേഞ്ചിനെയും എന്താന്നൊക്കെ പിന്നീട് പറയാം. പ്രിസിഷനെയും റേഞ്ചിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ നമ്മൾ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലെ. യൂസറിന് വേണമെങ്കിൽ ഡാറ്റ ടൈപ്പുകൾ എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. അതിനുള്ളൊരു സൗകര്യം കൂടി ഇതിലുണ്ട്. C++ എന്ന് പറയുന്ന ലാംഗ്വേജ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നാ പറയും. അതിന് ഉദാഹരണമാണ്, നമ്മളെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയി പഠിക്കാനൊന്നുമില്ല. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ആണെങ്കിലും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. നമ്മൾ C++ൽ നമ്മൾ നിങ്ങളുടെ സിലബസിനെ ബേസ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. അതെങ്ങനെ എന്നുള്ളതൊന്നും കുറിച്ചൊന്നും നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല. അതിലെ എക്സാമ്പിൾസ് ആണ് സ്ട്രക്ചർ. അതിന് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ എന്യൂമറേഷൻ, ഇനം എന്ന് പറയുന്ന ഒരു കീവേഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ യൂണിയൻ, ക്ലാസ്. ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്പ്. ദാറ്റ് മീൻസ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. പിന്നെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ്. ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിൽ നിന്നും വേണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്തിട്ടോ ആൾട്ടർ ചെയ്തിട്ടോ അതിന്റെ സൈസിലൊക്കെ ആൾട്ടർ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഡാറ്റ ടൈപ്പ് ഡിറൈവ് ചെയ്യാം. ലൈക്ക് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. അതിന് എക്സാമ്പിൾസ് ആണ് അറേസ്, പോയിന്റേഴ്സ്, ഫംഗ്ഷൻസ്. അങ്ങനത്തെ അതൊക്കെ എക്സാമ്പിൾസ് ആണ്. അതിൽ അറേസ് ആണെങ്കിലും ഫംഗ്ഷൻസ് ആണെങ്കിലും നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇപ്പോഴും നിങ്ങൾ അതിനെ കുറിച്ച് ജസ്റ്റ് പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല. അതില് ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നത്. ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്
ഇന്റ് ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. ഇന്റ് ഡാറ്റ ടൈപ്പ് അത് ഇന്റീജർ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്റീജർ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പാണ് ഇന്റ്, INT. അപ്പൊ എന്താണ് ഇന്റീജർ നമ്പർ എന്നുള്ളത് ആദ്യം നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞുള്ള കാര്യം തന്നെയാണ്, ഓർമ്മ ഉണ്ടാവുന്ന വിചാരിക്കും. കംപ്ലീറ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ പോയിന്റ് വാല്യൂ വരാത്ത നമ്പറുകൾ, വേറെ പറഞ്ഞാൽ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത സംഖ്യകൾ, അത്തരത്തിലുള്ള ഡാറ്റകളെയാണ് ഇന്റീജർ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇന്റീജർ ഡാറ്റ ടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഡാറ്റ ടൈപ്സ് എക്സാമ്പിൾസ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 0 ഫോർ എക്സാമ്പിൾ ആണ്, 100, -100, 1000, -1000. ഇതിലൊന്നും എന്ത് വരുന്നില്ല? പോയിന്റ് വാല്യൂ വരുന്ന അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് വരുന്നുണ്ടോ? വരുന്നില്ല. കംപ്ലീറ്റ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത്തരം നമ്പേഴ്സുകളെല്ലാം ഇന്റീജർ നമ്പറുകൾക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നുള്ളതാണ്. അതായത് ഇന്റീജർ ഡാറ്റ ഇന്റീജർ നമ്പേഴ്സിനെ നമ്മൾ പറഞ്ഞു ഇന്റീജർ ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്റീജർ ഡാറ്റ ടൈപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണ്? നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ഇന്റ്, INT. അത് തന്നെയാണ് ഇന്റീജർ ഡാറ്റ ടൈപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു ഇന്റീജർ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈലർ 4 ബൈറ്റ്സ് മെമ്മറി, 4 ബൈറ്റ്സ്, ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. എന്താണ് ഇന്റീജർ നമ്പർ എന്നുള്ളത് മനസ്സിലാക്കുക, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക, അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, INT അല്ലെ, ഇന്റ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇന്റീജർ ഡാറ്റ ടൈപ്പില് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ എത്ര ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. 4 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. GCC allows 4 bytes of memory for integer belongs to int data type. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇന്റീജർ ഡാറ്റ ടൈപ്പ് എന്നുള്ളത്. ഇനി അടുത്ത് പറയാൻ പോണത് CHAR ഡാറ്റ ടൈപ്പിനെ കുറിച്ചിട്ടാണ്. CHAR ഡാറ്റ ടൈപ്പ്, CHAR ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ കോൺസ്റ്റന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡാറ്റകളെയാണ് CHAR ഡാറ്റ ടൈപ്പിൽ വരുന്നത്. നമ്മൾ കോൺസ്റ്റന്റ്സ് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ലിറ്ററൽസ് പറഞ്ഞപ്പോൾ അല്ലെ, ലിറ്ററൽസ് പറഞ്ഞാൽ കോൺസ്റ്റന്റ്സ് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു സിംഗിൾ കോഡ്സിൽ നൽകുന്ന അല്ലെ ക്യാരക്ടർ, അതിനാണ് നമ്മൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പൊ ഇതില് ലെറ്റേഴ്സ് ആവാം, ഡിജിറ്റ്സ് ആവാം, സ്പെഷ്യൽ സിംബൽസ് ആവാം, പങ്ക്ച്വേഷൻസ് ആവാം അല്ലെ, ഏതുമാകാം. പക്ഷെ എന്താവണം, സിംഗിൾ കോഡ്സിലാണ് നമ്മൾ നൽകാറുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഏത് തരത്തിലുള്ള ഡാറ്റയെയാണ് CHAR ഡാറ്റ ടൈപ്പ് ആയിട്ട് കണക്കാക്കുന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി കീവേഡ് ഓൾറെഡി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. CHAR എന്ന് പറയുന്ന കീവേഡ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ്. 1 ബൈറ്റ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ഒക്കെ നിങ്ങളിപ്പോ കാണുന്നുണ്ട്. സിംഗിൾ കോഡ്സിൽ A അല്ലെങ്കിൽ സിംഗിൾ കോഡ്സിൽ പ്ലസ്, സിംഗിൾ കോഡ്സിൽ /T, സിംഗിൾ കോഡ്സിൽ 0. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ് എന്തിന്? CHAR ഡാറ്റ ടൈപ്പിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമ്മള് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും CHAR ഡാറ്റ ടൈപ്പിൽ നൽകുന്ന ഡാറ്റയെ കമ്പ്യൂട്ടർ ഇന്റേണലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇന്റീജർ നമ്പർ ആയിട്ട് തന്നെയാണ്. ഓക്കെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ASCII കോഡ്, നമ്മുടെ കീബോർഡ് ഉണ്ടല്ലോ, ആ കീബോർഡിൽ പലതരത്തിലുള്ള ക്യാരക്ടറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. A to Z, 1 to 0 to 9 പോലുള്ള അത്രയും സിംബൽസുകൾ, പിന്നെ പലതരത്തിലുള്ള സിംബൽസുകൾ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു കീബോർഡ് ആലോചിക്കുക. അപ്പൊ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ASCII കോഡ്, കറസ്പോണ്ടിങ് ASCII കോഡാണ് കമ്പ്യൂട്ടറിലേക്ക് റിസീവ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ലെറ്റേഴ്സിനും കറസ്പോണ്ടിങ് ആയുള്ള ASCII കോഡ് ഉണ്ട്. ആ ASCII കോഡ് ഒരു ഇന്റീജർ നമ്പർ ആയിരിക്കും.
നമ്മൾ ആസ്കി കോഡിനെ കുറിച്ച് ഇപ്പോൾ ഡീറ്റെയിൽ ആയി പറയുന്നൊന്നുമില്ല. നമ്മൾ ഓൾറെഡി നമ്മളെ ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ആസ്കി കോഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ്. ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഡാറ്റയെയാണ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. എക്സാമ്പിൾ ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയിട്ടുള്ള നമ്പർ. ഇപ്പൊ ഇന്റീജർ നമ്പർ എങ്ങനെയാണോ ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്തത് അല്ലെ, അല്ലെങ്കിൽ പോയിന്റ് വാല്യൂ ഇല്ലാത്ത നമ്പറുകളെയാണ് എന്ത് പറയാം, ഇന്റീജർ നമ്പേഴ്സ് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്നുള്ളതാണ്. ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയിട്ടുള്ള നമ്പറുകളെയാണ് എന്ത് പറയുന്നത്, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിന് മുമ്പേ നമുക്ക് ഇത് പറയാം. എക്സാമ്പിൾ പറയാം. ഇപ്പോ 47, 28, 1.97, അതായത് 47,281.97 ഇതൊരു എക്സാമ്പിൾ ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്. കാരണം എന്താ, അതിൽ ഫ്രാക്ഷണൽ പാർട്ട് വന്നിട്ടുണ്ട്, അതിൽ പോയിന്റ് വാല്യൂ ഇവിടെ ഉണ്ട്. അത് കാരണം അത് നമുക്ക് എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം, ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു എക്സാമ്പിളിനെ വെച്ച് പറയാം. ഈ ഒരു എക്സാമ്പിളിനെ എക്സ്പ്രസ് ചെയ്യുന്നത് 0.47281997 into 10⁵ ഒരു സയന്റിഫിക് നോട്ടേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഈ ആക്ച്വലി 10⁵ എന്ന് പറഞ്ഞാൽ 10 into 10 into അങ്ങനെ 5 പ്രാവശ്യം അല്ലെ. അതുകൊണ്ട് ഈ നമ്പറിനെ ഗുണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 47,281.97 എന്ന് ലഭിക്കും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡാറ്റ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ എങ്ങനെയാണ് മെമ്മറിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പൊ ഈ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം, ഇതില് 0.47281997 എന്ന് പറയുന്നതാണ് മാൻഡിസ പാർട്ട്. ആ 10⁵ എന്ന് പറഞ്ഞൊരു 5 ഉണ്ടല്ലോ, ആ 5 ആണ് അവിടുത്തെ എന്ത് എക്സ്പോണന്റ് പാർട്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും, ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മാൻഡിസ ആൻഡ് എക്സ്പോണന്റ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഈ നൊട്ടേഷൻ എന്നാ പറയാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 0.47281997 എന്ന് എഴുതാം. ഓക്കെ, ഇതിലെ ഇക്ക് മുൻപുള്ള ഭാഗത്തെയാണ് മാൻഡിസ എന്നും ഇക്ക് ശേഷമുള്ള ഭാഗത്തെയാണ് എക്സ്പോണന്റ് പാർട്ട് എന്നും പറയുന്നത്. അതിനെക്കുറിച്ച് വല്ലാതെ ബോധേടാകേണ്ട ആവശ്യമില്ല. ഇത്രയും മനസ്സിലാക്കുക. ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയുള്ള നമ്പറിനെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ്, അല്ലെങ്കിൽ ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഡാറ്റ ടൈപ്പിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ആണ് ഫ്ലോട്ട്, FLOAT, ഫ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എത്ര ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്, 4 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. പിന്നെ അടുത്തതാണ് ഡബിൾ ഡാറ്റ ടൈപ്പ്. ഡബിൾ ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിന്. അപ്പോ ഫ്ലോട്ട് ആകുമ്പോ ഫ്ലോട്ടും ഡബിളും തമ്മിലൊരു വ്യത്യാസം എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഫ്ലോട്ട് ആണെങ്കിലും ഡബിൾ ആണെങ്കിലും ഫ്രാക്ഷണൽ പാർട്ടോട് കൂടിയുള്ള നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഫ്ലോട്ട് ആണെങ്കിൽ the numbers of this data type has normally a precision of 7 digits ആണ്. നേരെ മറിച്ച് ഡബിൾ ആണെങ്കിലുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡബിൾ ആണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടി കൂടുതൽ പ്രിസിഷൻ വാല്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കീവേഡ് ഡബിൾ എന്ന് പറയുന്ന കീവേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് 8 ബൈറ്റ്സ് ആണ്. 8 ബൈറ്റ്സ് ആണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. GCC reserves 8 bytes for storing a double precision value. നമ്മൾ നേരത്തെ പറഞ്ഞു 7 precisions, നോർമലി 7 precisions ആണ് ഏതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഫ്ലോട്ടിൽ പറയുന്നത്. എന്നാൽ ഡബിളിൽ എത്തുമ്പോൾ precision of double data type എന്ന് പറയുന്നത് 15 digits ആണ്. 15 digits. അതിനെക്കുറിച്ച് വല്ലാതെ ബോധപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത്രയും മനസ്സിലാക്കുക, ഡബിൾ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും ഏത് കീവേഡ് ഉപയോഗിക്കുന്നു എന്നുള്ളതും ഡബിൾ എന്ന് പറയുന്ന കീവേഡ് തന്നെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ എത്ര ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. 8 ബൈറ്റ്സ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. നമ്മള് ഇന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിന് എത്ര ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്തിരുന്നത്, 4 ബൈറ്റ്സ് അല്ലെ, 4 ബൈറ്റ്സ്. ഫ്ലോട്ടിനും
4 ബൈറ്റ്സ്, CHAR-ന് 1 ബൈറ്റ്, ഡബിളിന് 8 ബൈറ്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ അഞ്ചാമത്തെ ഒരു ഡാറ്റ ടൈപ്പ് കൂടി പറയാനുണ്ട്, വോയിഡ് ഡാറ്റ ടൈപ്പ്. ഇതൊരു എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസിനെ അല്ലെങ്കിൽ നൾ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ് വോയിഡ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ്. അതേപോലെ ഇതിനെ ഉപയോഗിക്കുന്ന കീവേഡ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. വോയിഡ് എന്ന് പറയുന്ന കീവേഡ് ആണ് എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല, മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഒരു ടേബിൾ കാണുന്നുണ്ട്. ആ ടേബിളിൽ വ്യക്തമായിട്ടുണ്ട് CHR എന്ന് പറഞ്ഞാല് ക്യാരക്ടർ എന്നുള്ളത് 1 ബൈറ്റ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. റേഞ്ചിനെ കുറിച്ചൊന്നും ഇപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. റേഞ്ച് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, പിന്നെ ഇന്റ് എന്ന് പറയുമ്പോൾ ഇന്റീജർ 4 ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ 4 ബൈറ്റ്സ് മെമ്മറി. ഡബിൾ എന്ന് പറയുമ്പോൾ ഡബിൾ പ്രിസിഷൻ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ 8 ബൈറ്റ്സ്. വോയിഡ് എന്ന് പറയുമ്പോൾ നൾ വാല്യൂ 0 ബൈറ്റ്സ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് മെമ്മറി ഒന്നും അലോക്കേറ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഡാറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഡാറ്റയുടെ സ്വഭാവം അനുസരിച്ച് വിവിധ തരത്തിലുള്ള ഡാറ്റ ടൈപ്പുകളായിട്ട് പറയാം. അതിൽ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ആ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് 5 എണ്ണം ഏതൊക്കെയാണ് എന്നുള്ളതും അതിന് ഓരോന്നിനും ഉപയോഗിക്കുന്ന കീവേഡ് ഏതാണെന്നുള്ളതും അതോടൊപ്പം തന്നെ അതിന്റെ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്, കമ്പൈലർ എത്ര മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ